പാസ്റ്റർ മാത്യു സാമുവേൽ അമേരിക്കയിലെ ഡാളസിൽ പാർത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. റാന്നി പ്ലാങ്കമൺ സ്വദേശിയായ അദ്ദേഹം ഒരു മർത്തോമാ വിശ്വാസിയായാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ബാല്യകാലത്തിൽ യൗവനാരംഭത്തിലൊക്കെ മാർത്തോമ യുവജന സഖ്യത്തിന്റെ സജീവ പ്രവർത്തകനാകുകയും സഭയുടെ വിവിധ മേഖലകളിൽ സജീവമായി ഇടപെടുകയും നേതൃത്വ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത് പിൽക്കാലത്ത് അമേരിക്കയിലെത്തിയിട്ടും ന്യൂയോർക്ക് കേന്ദ്രമാക്കി മർത്തോമ സഭയുടെ യുവജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അക്ഷീണ പരിശ്രമം നടത്തിയ അനുഗ്രഹീതനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. അങ്ങനെ മുന്നോട്ട് പോകവേ സ്നാനത്തിനെതിരായൊക്കെ നിരവധി ക്ലാസുകൾ നടത്തുന്നതിന് അതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ ഒടുവിൽ ദൈവാത്മാവിന്റെ ശക്തമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും പ്രത്യേകമായ ദർശനത്തോടെ അദ്ദേഹം സ്നാനപ്പെടുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായി മാറി. അത് വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ്. അദ്ദേഹം ആ കഥ നമ്മളോട് പറയും. പെന്തക്കോസ്ത് വിശ്വാസിയായി മാറിയ അദ്ദേഹം പിന്നീട് പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് തൻ്റെ ചുവടുകൾ വെച്ചു. ഇപ്പോൾ പൂർണ്ണ സമയം അദ്ദേഹം ഒരു പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്നു. വിവിധ വ്യത്യസ്തമായ നിലകളിൽ സുവിശേഷം അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് ഈ ചാനലിലൂടെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഹല്ലേലൂയ NIT എന്ന ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിനുള്ള ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ചാനലിൽ എത്തുകയും ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയും ചെയ്യുക. ധാരാളം അഭിമുഖങ്ങൾ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണുവാനും കേൾക്കുവാനും സാധിക്കും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. 93 കാലയളവിൽ ഞാൻ ആ സമയത്ത് അമേരിക്കയിലുള്ള മാർത്തോമാ സഭയുടെ 5 ഔദ്യോഗിക പദവികൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് ഒരു ദിവസം ഒരു പ്രത്യേകമായ ദർശനം കാണുവാനിടയായി. വളരെ സിമ്പിളായ ദർശനമാണ്. ഞാൻ രാവിലെ കിടന്ന് ഇങ്ങനെ ചെറിയ ഉറക്കത്തിലായിരിക്കുമ്പോൾ ഒരു വലിയ കുളം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു ശബ്ദം കേട്ടു, ഇതിലിറങ്ങി മുങ്ങുവാനായി. ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു, ഇത് സംഭവിക്കത്തില്ല, ഞാൻ അനുവദിക്കത്തില്ല. കാരണം കേരളക്കരയിൽ തന്നെ ശക്തമായി ശിശുസ്നാനം തെളിയിക്കുന്ന ഡിബേറ്റുകൾക്ക് ധാരാളം നേതൃത്വം കൊടുത്ത, വിജയിച്ച് കയ്യടി മേടിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ശിശുസ്നാനത്തോട് വളരെയധികം ആത്മാർത്ഥത പുലർത്തിയിരുന്നത് കൊണ്ട് ആ ദർശനത്തിന് ഞാൻ വില കൊടുക്കുവാൻ തയ്യാറായില്ല. എന്നാൽ 30ാമത്തെ ദിവസം വീണ്ടും ആ ദർശനം കാണുവാൻ ഇടയായപ്പോൾ ഞാൻ ഒരളവ് വരെ പറഞ്ഞാൽ ഭയന്നു പോയി എന്ന് പറയാം. ഞാൻ ദൈവത്തോട് അവിടെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, ദൈവമേ, ഇത് യഥാർത്ഥവാനായ ദൈവമാണെങ്കിൽ എനിക്കൊരു കൺഫർമേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ സംസാരിക്കുവാൻ തുടങ്ങി. സംസാരിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഞാൻ ആ കൺഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് 93 നവംബറിലെ സംഭവമാണ്. ആ കൺഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സുമുഖനായ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു വൈറ്റ് കളറുള്ള ആളാണ്. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ സൈൻ ലാംഗ്വേജ് 7 പ്രത്യേകമായ സൈൻ ലാംഗ്വേജ് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്നു. രാവിലെ 6 മണിയായി. പെട്ടെന്ന് എഴുന്നേറ്റു. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ബേബി സിറ്ററിങ്ങിന് വിട്ടിട്ട് ഞാൻ ജോലിയിൽ കടന്നു ചെന്നു. അന്ന് ഞാൻ US പോസ്റ്റൽ സർവീസിൽ ജോലിയിലാണ്. ആദ്യമായി പോസ്റ്റ് സൂപ്പർവൈസറായിട്ട് പ്രൊമോഷൻ ലഭിച്ച് ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ഡേയിലാണ് ഈ സംഭവം. ഞാൻ വളരെ തിടുക്കത്തിൽ മൗണ്ട് വേണൻ കടന്നു ചെന്നു. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ ഗേറ്റിൽ നിൽക്കുകയാണ്. അല്പം നീരസത്തോടെ അവനോട് മാറുവാൻ പറഞ്ഞ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അവൻ എന്നെ വിടുവാനുള്ള യാതൊരു മനസ്സുമില്ല, എന്നെ തടഞ്ഞു നിർത്തുകയാണ്. ചോദിച്ചവരോട് സംസാരിച്ചപ്പോൾ അവന് സംസാരിക്കുവാൻ കഴിവില്ല എന്ന് മനസ്സിലായി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ നീ ചോദിച്ച കൺഫർമേഷനാണ് മുന്നേ നിൽക്കുന്നത്. ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ അന്ന് രാവിലെ 5:30 ഞാൻ കണ്ട ആ രൂപം എൻ്റെ മുൻപിൽ വ്യക്തമായി നിൽക്കുന്നു. അപ്പൊ രണ്ടാമത് വീണ്ടും ദൈവശബ്ദം കേട്ടു, നീ പഠിച്ച സൈൻ ലാംഗ്വേജ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ആ സൈൻ ലാംഗ്വേജ് ഒന്നൊന്നായി കാണിച്ചു. അവന് വളരെ സന്തോഷമായി. അവൻ കടന്നുപോയി. US പോസ്റ്റൽ സർവീസിന്റെ പരീക്ഷ എഴുതുവാൻ വന്ന ഒരു വ്യക്തിയായിരുന്നു.
അദ്ദേഹത്തിന് പരീക്ഷ എഴുതുവാൻ, ജോലി ലഭിക്കുവാൻ ന്യൂയോർക്കിലുള്ള മോൻസി പോസ്റ്റ് ഓഫീസിൽ അവൻ ജോലി ചെയ്യുന്നുണ്ട്. 96-ൽ ഞാൻ മോൻസി പോസ്റ്റ് ഓഫീസ് സ്പ്രിംഗ് വാലി അനക്സിൽ ഞാൻ മാനേജരായി കടന്നു ചെല്ലുമ്പോൾ അന്ന് ഈ സഹോദരൻ അവിടെ ജോലിയുണ്ട്. എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എന്നെ ആലിംഗനം ചെയ്യുവാൻ, കെട്ടിപ്പിടിക്കുവാൻ ഒക്കെ ഇടയായത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ആ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ, ഞാൻ ചോദിച്ച കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചോദിക്കുവാൻ ഞാൻ തയ്യാറായില്ല. അന്ന് രാത്രി രണ്ടാമത്തെ ജോലിക്ക് ഞാൻ പോകുന്നതിന് മുൻപായി എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന, ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന കെ.വി. ജോൺസൺ എന്ന് പറയുന്ന ദേവദാസന്റെ ഭവനത്തിൽ കടന്നു ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച എനിക്ക് സ്നാനപ്പെടണമെന്ന്. ഞാൻ ബേബിച്ചാനെന്ന് വിളിക്കുന്ന കർത്തൃ ആശ്രിതം വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചു. ഞാൻ ജോലിയിലേക്ക് പോയി. രാത്രി 11 മണിക്ക് ഞാൻ ജോലിയിൽ ചെന്നിട്ട് ഞാൻ സൗഖ്യമായി എത്തിയെന്ന് വീട്ടിൽ വിളിക്കുമ്പോൾ ഈ പറയുന്ന ദൈവദാസനും ഭാര്യയും, എൻ്റെ സഹോദരൻ നിത്യയിൽ വിശ്രമിക്കുന്ന ജോയിച്ചാനും ഭാര്യയും, അതുപോലെ ബാബു ബ്രദറും ഭാര്യയും, ഒരു 6 പേര് ഭവനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വലിയ സർപ്രൈസ് ആയിപ്പോയി. എന്താണെങ്കിലും അടുത്ത ഞായറാഴ്ച ദൈവകൃപയാൽ രാവിലെ ന്യൂയോർക്ക് സെന്റ് തോമസ് മാർത്തോമ ചർച്ചിൽ പോയി 5 ഔദ്യോഗിക പദവികളും രാജിവെച്ചിട്ട് അന്ന് തന്നെ ഞാൻ ഇൻഡിപെൻഡന്റ് ചർച്ച് കെ.വി. ജോൺസൺ ലീഡർഷിപ്പ് കൊടുക്കുന്ന ചർച്ചിൽ കടന്നുപോയി. ആ ദിവസങ്ങളിൽ തന്നെ സ്നാനപ്പെടുവാൻ കുടുംബമായി ദൈവസഭയിലേക്ക് ജോയിൻ ചെയ്യുവാൻ ഇടയായി. ആ ദിവസങ്ങളിൽ വ്യക്തിപരമായിട്ട് എനിക്ക് പെന്തക്കോസ്ത് സഭയിൽ ചേരണം, നിൽക്കണമെന്നുള്ള ആഗ്രഹമല്ല, മറിച്ച് ദൈവം പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. എന്നാൽ അന്ന് മർത്തോമാ സഭയിൽ ഉണ്ടായിരുന്ന അച്ഛൻ കെ എബ്രാച്ചൻ പ്രത്യേകമായി എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ഇനി ദയവ് ചെയ്ത് മർത്തോമാ ചർച്ചിൽ വരരുത് എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നത്തേത് ഞാൻ ഒരിക്കലും ആ ചർച്ചിൽ ആരാധനയ്ക്ക് കടന്നു പോയിട്ടുള്ള, മറ്റു ഫംഗ്ഷന് പലപ്പോഴും പോയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നത്. പാസ്റ്റർ മാത്യു സാമുവേൽ എങ്ങനെ പെന്തക്കോസ്ത് വിശ്വാസിയായി മാർത്തോമാ സഭയുടെ വിശ്വാസത്തിൽ നിന്ന് എങ്ങനെ മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ നിരവധി അനുഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ പൂർണ്ണ ഭാഗം ഹല്ലേലൂയ NIT ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ആ ചാനലിലെത്തുകയും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ അദ്ദേഹത്തിന്റെ അഭിമുഖം പൂർണ്ണമായി കാണുകയും ചെയ്യുക. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു.